വളരെ പണ്ട് ഒരു രാജ്യത്തെ നദിയിൽ ഒരു മുതലയുണ്ടായിരുന്നു. നദിയുടെ മറുകരയിലെ കുന്നിൻ പ്രദേശത്ത് ഒരാന ചത്തുകിടന്നിരുന്നു. കുന്നിൻ മുകളിൽ നിന്ന ഒരു കുറുക്കന് ആ കാഴ്ച കണ്ട് നാവിൽ വെള്ളമൂറി. കുറുക്കൻ ഇറങ്ങി വന്ന് നദിക്കരയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, മുതലയെണ്ണ, വെള്ളത്തിനടിയുന്ന് തല പൊന്തിച്ച് മുകൾ പരപ്പിലേക്ക് വായോ. നിങ്ങളവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഞാൻ ഒരു ഇണയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കാം. പക്ഷേ അവർ മറുകരയിലാ. അവിടേക്ക് ഞാൻ എത്താതെ നിങ്ങളെ യോജിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അക്കരെ എത്താൻ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും കാണുന്നതുമില്ല. ആഹാ, നീ എന്നെ സഹായിക്കുമെങ്കിൽ നിന്നെ മറുകര എത്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് നീ കരുതുന്നോ? ഇത് നല്ല തമാശ, മുതല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്നെ എടുത്ത് അക്കരയാക്കുമോ? ഞാൻ അവരോട് ചോദിക്കട്ടെ. അവർക്ക് താങ്കളുടെ ഭാര്യയാകുവാൻ പറ്റുമോ എന്ന് ഞാൻ തിരിച്ചു വന്ന് മറുപടി പറയാം, കുറുക്കൻ പറഞ്ഞു. മുതല കുറുക്കനെ തൻ്റെ ചുമലിൽ എടുത്ത് നീന്തി മറുകര എത്തിച്ചിട്ട് തിരിച്ച് നദിയിലേക്ക് പോന്നു. കുറുക്കൻ പോയി ആനയുടെ ശവം മാന്തി കീറി തിന്നാൻ തുടങ്ങി. അന്ന് മുഴുവനും ഇരുന്ന് മാംസം തിന്ന ശേഷം വൈകിട്ട് തിരിച്ചു വന്നു. അവൻ മുതലയെ വിളിച്ചു. മുതലയെണ്ണ, വായു. മുതല ജലത്തിന്റെ മുകളിൽ വന്ന് ചോദിച്ചു, എൻ്റെ ഇണയെ കണ്ടു ചോദിച്ചോ? ഓഹോ, ഞാൻ അവരോട് ചോദിച്ചു. പക്ഷേ ഒരു കരാറിലോ വാഗ്ദാനത്തിലോ എത്താൻ പറ്റിയില്ല. അത് നാളെയാവാം. ഇപ്പോൾ എന്നെ എടുത്ത് എൻ്റെ കരയിൽ എത്തിക്കൂ. മുതല അത് വിശ്വസിച്ചു. അവൻ കുറുക്കനെ തിരിച്ച് അവൻ്റെ കരയിൽ എത്തിച്ചു. അടുത്ത പ്രഭാതത്തിൽ കുറുക്കൻ നദിക്കരയിലെത്തി വീണ്ടും വിളിച്ചു പറഞ്ഞു, മുതലയെണ്ണ, വേഗം വായോ, ഞാനിവിടുണ്ടേ. മുതല മുകളിൽ വന്നു. കുറുക്കൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു വെച്ച കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാക്കി. ഞാൻ വൈകിട്ട് വരാം. ഇപ്പോൾ അക്കരയ്ക്ക് കൊണ്ടുചെന്നാക്കൂ. മുതല വളരെ ഉത്സാഹത്തോടു കൂടി അവനെ പുറത്തിരുത്തി മറുകര എത്തിച്ചു. രാത്രിയാകുന്നതുവരെ കുറുക്കൻ ആനയുടെ ജഡം ഭക്ഷിച്ചതിന് ശേഷം ആറ്റിൻകരയിലെത്തി മുതലയെ വിളിച്ചു. മുതല തല പൊക്കി ജലത്തിൻ്റെ മുകളിൽ വന്നു. അവൻ കുറുക്കനോട് ചോദിച്ചു, സുഹൃത്തേ, ഇന്ന് നീ എൻ്റെ ഇണയുമായി കരാറ് ഉണ്ടാക്കിയല്ലോ ഇല്ലേ? കുറുക്കൻ പറഞ്ഞു, കരാറ് ഏതാണ്ടെല്ലാം പൂർത്തിയായി. നാളെ അവളെ വിളിച്ചുകൊണ്ട് നദിക്കര വരാമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇപ്പോൾ എന്നെ കരയിൽ എത്തിക്കൂ. മുതല അവനെ പുറത്തു കയറ്റി അവൻ്റെ കരയിലെത്തിച്ചു. രാവിലെ വെളിച്ചം വീണപ്പോൾ കുറുക്കൻ നദിക്കരയിൽ ഹാജർ. അവൻ മുതലയെ വിളിച്ചു. മുതലയെണ്ണോ, അണ്ണാ, ഞാനിവിടുണ്ടേ. തല പൊക്കി വന്നേ. ഞാൻ ഇന്ന് അണ്ണൻ്റെ ഇണയെ നദിക്കരയിൽ കൊണ്ടുവരും, തീർച്ച. എന്നെ അക്കര കടത്തൂ. അന്നും കുറുക്കനെ മറുകര എത്തിച്ച് മുതല നദിയുടെ കയത്തിലേക്ക് താണു. കുറുക്കൻ രാത്രി വരെ ആനയുടെ അവശേഷിച്ച മാംസം അകത്താക്കിയിട്ട് തിരിച്ച് നദിക്കരയിലെത്തി മുതലയെ വിളിച്ചു. മുതല വെള്ളത്തിനു മുകളിൽ തല പൊന്തിച്ച് വിളിച്ചു ചോദിച്ചു, എൻ്റെ ഇണയെ കൊണ്ടുവന്നിട്ടുണ്ടോ? അവൾ എന്തിയേ? അയ്യോ മുതലയെണ്ണ, അവരൊരു മണ്ടത്തരം കാണിച്ചു. അവർ അവളോട് പറഞ്ഞത് നാളെ വരാനാ. നാളെ തീർച്ചയായും അവളെ അണ്ണനെ കൊണ്ടുവന്നു തരും. ഇപ്പോൾ എന്നെ അക്കര കടത്തണം. ഇത്തവണയും മുതല അവനെ മുതുകിൽ കയറ്റി സ്വന്തം കരയിലെത്തിച്ചു. കുറുക്കൻ സ്വന്തം സ്ഥലത്തെ ഉയർന്ന കുന്നിൻ്റെ മുകളിലെത്തി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, മണ്ടൻ മുതലകൾ, എന്നെ കണക്കുള്ള ഒരു കുറുനരി രാജാവ് നിന്നെപ്പോലെ വെള്ളത്തിൽ കിടക്കുന്ന ഒരു മണ്ടൻ മുതലയ്ക്ക് വിവാഹാലോചനയുമായി നടക്കും എന്ന് കരുതിയോ? ഇത്ര നാളും ഞാൻ അക്കരെ പോയത് ഒരാനയുടെ ശവം അവിടെ കിടന്നത് തിന്നു തീർക്കാനാ. ഇന്ന് അതങ്ങ് തീർന്നു. ഞാൻ ഇനി അതുകൊണ്ട് ഈ വഴിക്കില്ല. കുറുക്കൻ പിന്നെ അവിടെ നിന്നില്ല. അവൻ അവൻ്റെ വഴിക്ക് പോയി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലബ്ധദാഢ്യപരിരംഭാതുഷ്ടഹരഹാസഗൗരതരളോല്ലസൽ ചാരുഹാരനികരാഭിരാമകുചഭാരതാന്തതനുഭക്ഷ്യമാം രോമരാജിലളിതോദരീമധികനിംനനാഭിമവലോകയേ കാമരാജപരദേവതാമനിശമാശ്രയേ ത്രിപുരസുന്ദരീം. അമ്മേ ദേവി, അവിടുത്തെ
ആലിംഗനങ്ങൾ കൊണ്ട് സന്തുഷ്ടനായ ശ്രീ മഹാദേവന്റെ സന്തോഷത്തോടു കൂടിയുള്ള ചിരി പോലെ മിന്നിത്തിളങ്ങുന്ന മുത്തുമാലകളുടെ കൂട്ടം കൊണ്ട് മനോഹരമായ കുജങ്ങളുടെ ഭാരത്താൽ അയഞ്ഞുപോയ ഭംഗിയേറിയ മധ്യഭാഗത്തോടു കൂടിയവളും നന്നായി കുഴിഞ്ഞ നാഭിയോടു കൂടിയവളും ശ്രീ മഹാദേവന്റെ പ്രേമ സർവസ്വവും ആയ ശ്രീ ത്രിപുരസുന്ദരി ദേവി അവിടുത്തെ ഞാൻ ധ്യാനത്തിലൂടെ കാണുന്നു. രഞ്ജിക്കുക എന്ന പദത്തിന് ഒരേ നിറമാക്കുക, ചേരുക, സന്തോഷിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. രഞ്ജിപ്പിക്കുന്നവൾ, അതായത് സന്തോഷിപ്പിക്കുന്നവൾ, നിറം പിടിപ്പിക്കുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന രഞ്ജനി എന്ന നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൽ 309 വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത്. നാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന, അനുഭവിക്കുന്ന വസ്തുക്കളിൽ നിന്നും നമുക്ക് സന്തോഷമുണ്ടാകുന്നു എങ്കിൽ അതിന് കാരണം അമ്മയാണ്. ഹൃദ്യമായ പ്രകൃതിയുടെ സൗന്ദര്യം നമ്മെ വല്ലാതെ ആകർഷിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. പ്രകൃതി ദേവിയാണ്. അതുപോലെ സംഗീതം കേൾക്കുമ്പോൾ മനസ്സിന് ആഹ്ലാദം ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു. വാക്ക് ദേവിയാണ്. സംഗീത ദേവതയും അമ്മയാണ്. സ്വാദുള്ള ഭക്ഷണവും സുഗന്ധവും സ്പർശന സുഖവുമെല്ലാം സന്തോഷം നൽകുന്നവയാണ്. അതൊക്കെ വിശ്വജനനിയുടെ സാന്നിധ്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അമ്മയുടെ അതിദിവ്യമായ നേരിട്ടുള്ള സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്ന ശാന്തിയും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. യോഗികൾ അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ശുദ്ധമായ സ്ഫടികത്തിൻ്റെ നിറമുള്ള കാമേശ്വരൻ്റെ മടിത്തട്ടിൽ ഇരിക്കുന്ന ചുവന്ന നിറമുള്ള അമ്മ തൻ്റെ ചുവപ്പു നിറം കൊണ്ട് മഹാദേവനെ കൂടി ചുവപ്പു നിറത്തിൽ ആക്കുന്നു. അങ്ങനെ മഹാദേവനും നിറം പിടിപ്പിക്കുന്ന ദേവിയെ ഈ നാമത്തിലൂടെ വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്ഫടികത്തിനു മുമ്പിൽ ചുവന്ന ഏതെങ്കിലും ഒരു പുഷ്പം വച്ചു നോക്കൂ, സ്ഫടികത്തിനും ചുവപ്പു നിറമാകും. അതുപോലെ മഹാദേവന്റെ മടിയിൽ ഇരിക്കുന്ന അമ്മയുടെ നിറം മഹാദേവനും പകർന്നു കിട്ടുന്നു. ഇതൊക്കെ ദർശിച്ചുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ സൗന്ദര്യലഹരി സ്തോത്രത്തിൽ ഇപ്രകാരം സ്തുതിക്കുന്നുണ്ട്. ഗതാസ്തേ മഞ്ജത്വം ദ്രുഹിണ ഹരിരുദ്രേശ്വരഭൃത ശിവസ്വച്ഛായാ ഘടിത കപട പ്രച്ഛദപട ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാ ശരീരേ ശൃംഗാരോ രസ ഇവ ദൃശാം ദോഗ്ധേ കുതുകം. ദ്രുഹിണ എന്ന വാക്കിനർത്ഥം ബ്രഹ്മാവ്, ഹരി വിഷ്ണു, രുദ്ര രുദ്രൻ, ഈശ്വര ഈശ്വരൻ, ഭൃത എന്നീ സംരക്ഷകർ, തേ മഞ്ചത്വം അമ്മേ അവിടുത്തെ മഞ്ചമാകുന്ന ഭാവത്തെ, ഗതാഹ പ്രാപിച്ചിരിക്കുന്നു, ശിവ ശിവൻ, സ്വച്ഛായ ഘടിത കപട പ്രച്ഛദ പട തൻ്റെ നിർമ്മലമായ കാന്തി കൊണ്ട് ചെയ്യപ്പെട്ട കപടമായ മൂടുപടത്തോടുകൂടിയവനായി, ത്വദീയാനാം ഭാസം അവിടുത്തെ കാന്തികളുടെ, പ്രതിഫലന രാഗാരുണതയാ പ്രതിഫലനം കൊണ്ട് ഉണ്ടായ ചുവപ്പിനാൽ ചുവന്ന നിറത്തോടു കൂടിയവനായി, ശരീരേ ശൃംഗാരോ രസ ഇവ ശരീരത്തോടുകൂടിയ ശൃംഗാരരസമാണോ എന്ന് തോന്നുന്ന വിധത്തിൽ, ദൃശാം കണ്ണുകൾക്ക്, കൗതുകം ദോഗ്ധി കൗതുകത്തെ നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലയോ അമ്മേ ഭഗവതി, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നീ ഭൃത്യന്മാർ അവിടുത്തെ ഏറ്റവും അടുത്ത സേവകരാകുന്നതിന് അമ്മയുടെ മഞ്ചതയെ പ്രാപിച്ചു, അതായത് കിടക്കയെ പ്രാപിച്ചു. സദാശിവനാകട്ടെ താൻ മായ കൊണ്ട് നിർമ്മലമായ സ്വന്തം കാന്തിയാൽ ഒരു കപടമായ മൂടുപടം ഉണ്ടാക്കി അണിഞ്ഞു. അങ്ങനെ രൂപം മാറിയ സദാശിവൻ അമ്മയുടെ രക്തം പോലെയുള്ള ചുവപ്പു നിറം പ്രതിഫലിച്ച തൻ്റെ ശരീരം
ശൃംഗാരം ശരീരം സ്വീകരിച്ചതുപോലെയാണോ എന്ന് തോന്നിച്ചു. ആ രൂപം അമ്മയുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നു. ബാഹ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ സന്തോഷം നൽകുന്നവയാണ്. എന്നാൽ എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്ന ദേവി പരമമായ ആനന്ദം തന്നെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് അമ്മയ്ക്കു തുല്യമായി ആനന്ദം നൽകുവാൻ കഴിയുന്ന ഒന്ന് വേറെയില്ല. ഓം രഞ്ജന്യൈ നമഃ. ഓം ഓം ഹ്രേം രഞ്ജന്യൈ നമഃ. കാമദേവന്റെ ശത്രുവാണ് ശ്രീ മഹാദേവൻ. അങ്ങനെയുള്ള ശ്രീ പരമേശ്വരനെ കാമാർത്തനാക്കാനും രസിപ്പിക്കുവാനും കഴിഞ്ഞ ദേവിയാണ് ശ്രീ ലളിതാ ത്രിപുരസുന്ദരി. അതുകൊണ്ട് രമിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ രമണി എന്ന നാമമന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ ഭക്തർക്ക് സമ്മാനിക്കുന്നത്. ഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്നവൾ, അവരോടുകൂടി കളിക്കുന്നവൾ എന്നൊക്കെ ഈ നാമമന്ത്രത്തിന് അർത്ഥങ്ങളുണ്ട്. ആദിപരാശക്തിയായ അവിടുന്ന് ഭക്തർക്ക് വേണ്ടി സ്വന്തം നിലവിട്ട് ഭക്തരുടെ നിലയിലേക്ക് താഴ്ന്നു വന്ന് ആ ഭക്തരോടൊപ്പം ചിരിക്കുകയും ദർശനവും മറ്റും നൽകി ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛനമ്മമാരും മറ്റു മുതിർന്നവരും കുട്ടികളോട് പെരുമാറുന്ന സമയത്ത് അവർ പേടിക്കാതിരിക്കുന്നതിന് ശിശുക്കളെപ്പോലെ തന്നെ പെരുമാറുന്നത് സാധാരണയാണല്ലോ. അതുപോലെയാണ് അമ്മ ഭക്തരോട് അവരുടെ നിലയിലേക്ക് ഇറങ്ങിച്ചെന്ന് സന്തോഷം നൽകുകയും അനുഗ്രഹം നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അമ്മ എൻ്റെ അടുത്ത് വരുന്നതും എനിക്ക് ഇങ്ങനെയൊക്കെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ കഴിയുന്നതും. രമിപ്പിക്കുന്നവൾ, ഭക്തരെ സന്തോഷിപ്പിക്കുന്നവൾ, അവരോടുകൂടി കളിക്കുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത്. ഓം രമണ്യൈ നമഃ. ഓം ഓം ഹ്രേം രമണ്യൈ നമഃ. രസ്യ എന്നതാണ് അടുത്ത നാമമന്ത്രം. രസത്തിൻ്റെ ആസ്വാദനത്തിന് യോഗ്യയായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. രസോ വൈ രസ എന്നാണ് തൈത്തിരീയോപനിഷത്ത് പറയുന്നത്. ബ്രഹ്മം മാത്രമാണ് രസമായത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്ന് മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ഉദ്വേഗത്തെ രസം എന്ന് പറയാം. സന്തോഷം തരുന്നതിന് രസം എന്നും വേദന തരുന്നതിന് വിരസം എന്നും പറയുന്നു. സത്തായിട്ടുള്ളതാണ് രസം എന്നും അർത്ഥം വരും. പ്രപഞ്ചത്തിൻ്റെ സത്തായിട്ടുള്ളത് അമ്മയായതുകൊണ്ട് പ്രപഞ്ചരസം അമ്മയാണ് എന്നും പറയാം. രസിപ്പിക്കുന്നവൾ എന്നും ബ്രഹ്മാനന്ദത്തിൽ എപ്പോഴും മുഴുകിയിട്ടുള്ളവൾ എന്നും അർത്ഥങ്ങൾ കാണുന്നു. ഓം രസ്യായൈ നമഃ. ഓം ഓം ഹ്രേം രസ്യായൈ നമഃ. ര എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന 3 നാമങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിശദീകരിച്ചത്. അഗ്നിയുടെ ബീജാക്ഷരമാണ് ര. രാം എന്നതാണ് അഗ്നിയുടെ ബീജമന്ത്രം. ഈ മന്ത്രങ്ങൾ ജപിക്കുന്നവരുടെ സമസ്ത ദുഃഖങ്ങളും ഭസ്മീകരിക്കപ്പെടുന്നതാണ്. വന്യമണ്ഡലവാസിനിയാണ് ദേവി. അതുകൊണ്ട് ഭക്തർക്കുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം ഈ മന്ത്രം ജപിക്കുന്നതോടെ ഇല്ലാതാകുന്നു. ആഭിചാരദോഷവും ശത്രുദോഷങ്ങളുമെല്ലാം ഈ മന്ത്രങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ ശത്രുദോഷം മാറുന്നതിന് 7 പ്രാവശ്യം വീതം ഈ മന്ത്രങ്ങൾ സന്ധ്യാനേരത്തു ജപിക്കുക. ഐശ്വര്യം ലഭിക്കുന്നതിനായി തിങ്കൾ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലും അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങളിലും ജപിക്കുന്നത് വളരെ നല്ലതാണ്. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും സന്തോഷം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.